നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണിയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പം കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല, ശരിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമാ മേഖലയിലെ വിഷയങ്ങൾ. ഈ സിനിമാ മേഖലയിലുള്ള ലൈംഗിക അരാജകത്വം അല്ലെങ്കിൽ ലൈംഗിക പീഡനവും മറ്റ് പീഡനങ്ങളൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മീഷൻ അയച്ചത്. ഹേമ കമ്മീഷൻ ഒരു 4 വർഷം മുന്നേ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിൽ പോലും അത് വെളിച്ചം കാണുകയുണ്ടായില്ല. അതിലെന്താണ് സംഭവിച്ചത്? ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത് പുറത്തു വരികയും അതോടനുബന്ധിച്ച് നിരവധിയായ ലൈംഗിക ആരോപണങ്ങളൊക്കെ ചേർന്ന് സിനിമയെയും പൊതുമണ്ഡലത്തെ ആകെ തന്നെ രാഷ്ട്രീയ മേഖലയൊക്കെ വല്ലാത്ത കലുഷിതമായ അവസ്ഥയിലേക്ക് വന്നു, പൊല്യൂട്ടഡ് ആക്കിയിട്ട്. ശരി, പൊല്യൂട്ടഡ്. ഇത് ഞാൻ ഈ ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം നമുക്കറിയാം, ഇപ്പോൾ ജലന്ധർ ബിഷപ്പുമായി ബന്ധപ്പെട്ട് കുറവലങ്ങാട് നടന്നൊരു പീഡന കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സഭ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പക്ഷേ അതിൽ ജനങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിധി ഉണ്ടാവുകയും തൽക്കാലം ജലന്ധർ ബിഷപ്പ് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഇപ്പം നിലവിലുള്ള പോലുള്ള ഒരു ചർച്ച അന്നുണ്ടായിരുന്നെങ്കിൽ കേസിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നല്ലോ. അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാവില്ലേ? രാജേഷേ, എൻ്റെ ഒരു തോന്നൽ, 4.5 കൊല്ലം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ കേരളത്തിലെ മനുഷ്യരുടെ ചിന്താഗതികൾ മാറിപ്പോയേനെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഏതാനും കുറ്റകൃത്യം ചെയ്ത കുറച്ച് ആളുകളും ഇരകളാക്കപ്പെട്ട കുറച്ച് പേരും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല. ഇത് മൊത്തം സമൂഹത്തിൻ്റെ സ്ത്രീകളെ നോക്കിക്കാണുന്ന മനോഭാവത്തെക്കുറിച്ചുള്ളൊരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന തുല്യതയെക്കുറിച്ചുള്ളൊരു പ്രശ്നമാണ്. അവരെ ഒരു പരിധി വിട്ട അടിമകളായി അവരെ കണ്ടുകൂടാ എന്നും അവരുടെ അനുവാദമില്ലാതെ അവരുടെ ദേഹത്ത് സ്പർശിച്ചുകൂടാ എന്നും എന്നൊക്കെ ഉള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയമാണിത്. അതല്ലാതെ ഒരിക്കലും, അതായത് ഇപ്പോൾ ഒരു കോടതി ഒരു ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളെ ശിക്ഷിക്കുമ്പോൾ കോടതിയുടെ മാനദണ്ഡമനുസരിച്ച്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൊലപാതകിയെ ശിക്ഷിക്കുമ്പോൾ കോടതിയുടെ മാനദണ്ഡമനുസരിച്ച് കോടതി ശിക്ഷിക്കുന്നത് ഈ കൊലപാതകിയെ അല്ല. കോടതി യഥാർത്ഥത്തിൽ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പാഠമാണത്. സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ഒരേ മനുഷ്യന് ഇരട്ട ജീവപര്യന്തവും 300 കൊല്ലം തടവും 250 കൊല്ലം തടവും ഒക്കെ കൊടുക്കുന്നത്. ഇയാൾ 250 കൊല്ലം ജയിലിൽ കിടന്ന് ഇത് അനുഭവിക്കുന്നുള്ള ഒന്നുകൊണ്ടല്ല. തൂക്കിക്കൊല്ലുന്നത് അങ്ങനെയല്ല, അയാളെ നന്നാക്കാൻ വേണ്ടിയല്ല. അയാളെ നന്നാക്കാൻ വേണ്ടിയല്ല. സമൂഹത്തെ, ഞാൻ പറയുന്നത്, ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലുന്നത് ഇയാളെ നന്നാക്കാൻ വേണ്ടിയല്ല, പക്ഷെ പൊതുസമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. പൊതുസമൂഹത്തിന് ചില ലെസൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന ലെസൺസ് കൊടുക്കാൻ വേണ്ടി. അത്തരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് ചില ലെസൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ലെസൺസ് അന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ ആളുകൾ അവരനുഭവിച്ച പീഡകളിൽ നിന്ന് പുറത്തു വന്നേനെ. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കന്യാസ്ത്രീ ഈ വിഷയവുമായി, അതായത് അവരനുഭവിച്ച ഒരു പീഡനവുമായി രംഗത്ത് വന്നപ്പോൾ ആ കന്യാസ്ത്രീ അല്ല കേസ് കൊടുത്തത് ഫ്രാങ്കോയാണ്. എന്നിട്ട് ആ കേസ് ബലാത്സംഗ കേസിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ ബുദ്ധിയുള്ള, ബോധമുള്ള പൊതുസമൂഹം എല്ലാം കന്യാസ്ത്രീയോടൊപ്പം നിന്നെങ്കിലും ഈ സഭയുടെ ആളുകൾ എന്ന് പറയുന്നവരെല്ലാവരും ഈ കന്യാസ്ത്രീയെ അടച്ചാക്ഷേപിച്ചു. അവർ പറഞ്ഞത്, എന്തിനാണ് 13 പ്രാവശ്യം പീഡിപ്പിക്കപ്പെട്ടതുവരെ കാത്തിരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് ഒരു ബംഗാളിലെ ഒരു സ്ത്രീ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏതാണ്ട് 16-18 വർഷങ്ങൾക്ക് ശേഷമാണ്. അവർക്ക് ഇത്രയും കാലം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു വെളിപ്പെടുത്തൽ നടത്താൻ. ഇവരിൽ പലരും ഇതെല്ലാം അടക്കി പിടിച്ച് സഹിച്ചുകൊണ്ടിരുന്നു. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഉപജീവന മാർഗമാകുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നത് അവരെ സംരക്ഷിക്കേണ്ടയാൾ തന്നെയാകുമ്പോൾ അവർക്ക് പറയാൻ വലിയ പരിമിതികളുണ്ട്. അല്ല, അത് തന്നെയാണ് ഈ കുറവലങ്ങാട് കേസുമായി ബന്ധപ്പെട്ടുണ്ട്. യെസ്, കുറവലങ്ങാട് കേസുമായി ബന്ധപ്പെട്ടത് എന്താണ്? അത് ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ആ ജഡ്ജിക്ക് ആ മനോഭാവം ഉണ്ടായില്ല. ഇതൊരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണെന്നും ആ കന്യാസ്ത്രീയുടെ അധികാരിയായ ഒരാളാണ് ആ കന്യാസ്ത്രീയെ
ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നുമുള്ള ഒരു ധാരണയിൽ ഈ കേസിനെ കോടതി കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് മറിച്ചൊരു വിധിയുണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീയെ സംരക്ഷിക്കേണ്ട ആൾ തന്നെയാണ് ആ കന്യാസ്ത്രീയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകാൻ പാകത്തിനുള്ള പ്രവർത്തികൾ ചെയ്തതെന്ന് വത്തിക്കാന് ബോധ്യമായി. അതുകൊണ്ടാണ് ഫ്രാങ്കോയെ പിടിച്ച് പുറത്താക്കിയത്. മനസ്സിലായി? ഇത് ഇവിടുത്തെ ഒരു കോടതിയും വത്തിക്കാനും ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നതിലുള്ള വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇവിടുത്തെ കോടതി എന്നെ കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്ന ഒരു കുറ്റപത്രവുമായിട്ട് വത്തിക്കാനിൽ പോയ ഫ്രാങ്കോയ്ക്ക് കുറ്റപത്രം മേടിച്ചു വെച്ചിട്ട് അവർ ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമായി പഠിച്ചപ്പോൾ ദർ വാസ് സംതിങ് റോങ് എന്ന് അവർക്ക് മനസ്സിലായി. ഒരു ബിഷപ്പ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ഫ്രാങ്കോയെ പിടിച്ച് വത്തിക്കാൻ പുറത്താക്കിയത്. വത്തിക്കാൻ ലോകത്തിലെ ആകമാനം ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളെ വളരെ സീരിയസ് ആയി കാണുന്നുള്ള സന്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ വത്തിക്കാൻ അത് ബോധ്യമായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, PC ജോർജിനെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇതിനകത്ത് വന്നിരുന്ന ചാനലിലൊക്കെ വന്നിട്ട് ഈ കന്യാസ്ത്രീയെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ, കന്നഡി കരിമ്പിൻകാലയിൽ PC ജോർജ് തുടങ്ങിയവരൊക്കെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ എത്രമാത്രം ദുഷിപ്പിച്ച് സംസാരിക്കാമോ. ഞാൻ പറഞ്ഞത് ഒരാളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ അവരുടെ വ്യക്തിഹത്യ ചെയ്ത് മാനഭംഗപ്പെടുത്തി. ഫ്രാങ്കോ ചെയ്തതിനേക്കാൾ ഭീകരമായ ക്രൂരമായ മാനഭംഗമാണ് ഇവർ ചെയ്തത്. എത്രമാത്രം വലിയ വൃത്തികേടാണ് അവർ ചെയ്തത്. ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് മനസ്സിലാവില്ലേ? പക്ഷെ അന്ന് പൊതുസമൂഹത്തിൽ ഇടപെട്ടില്ല. അവിടെയാണ് കാര്യം. ഞാൻ പറഞ്ഞത് ഇത് ഒരു കാര്യം കൂടി, വേറൊരു കാര്യം കൂടിയുണ്ട് രാജേഷ്. ഒരൊറ്റ കാര്യം ആലോചിക്കണം. ഒരു നടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ നടി ആ വിവരം പുറത്ത് പറയാൻ തയ്യാറായപ്പോൾ ആ നടിയോടൊപ്പം നിൽക്കാൻ വേറെ കുറച്ച് നടിമാരുണ്ടായി. അങ്ങനെയാണല്ലോ ഈ WCC എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായത്. ഈ WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടായപ്പോൾ ആ സംഘടനയിൽ പെട്ട നടിമാരെല്ലാം ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. നഷ്ടങ്ങളുണ്ടായി. മനസ്സിലായി? ഇപ്പോൾ പാർവതിയുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടത് അവരിനി എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് അവർ നല്ല ആശങ്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ, ഒരു WCC രൂപീകരിച്ചതിൻ്റെ പേരിൽ ആ ആശങ്കയുടെ പുറത്തും അവർക്കുണ്ടായ നഷ്ടങ്ങളുടെ പുറത്തും അവർ അതിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അവർ നിലപാടുകളോടാണ് ആ നിലപാടുകളിൽ അവർ പിടിച്ചു നിൽക്കുന്നു. അവർ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്. അവർ പിടിച്ചു നിന്നത് കൊണ്ടാണ് ഇത് പുറത്തു വന്നത്. അവർ പിടിച്ചുകൊണ്ട് നിന്നത് കൊണ്ടാണ് ഇന്ന് ആക്രമിക്കപ്പെട്ട നടി സ്വാതന്ത്ര്യത്തോടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കുന്നത്. ഞാനാണെന്ന് ഉറക്കെ പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചത് അതുകൊണ്ടാണ്. അവർ പിടിച്ചു നിന്നത് കൊണ്ടാണ്. ഈ കന്യാസ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കന്യാസ്ത്രീ ഈ വിവരം പറഞ്ഞിട്ട് ഈ കന്യാസ്ത്രീയെ സഹായിക്കാൻ കന്യാസ്ത്രീമാരുടെ ഗണത്തിൽ നിന്ന് ഒരു 10 പേരിറങ്ങി വന്നിരുന്നെങ്കിൽ ഇന്ന് കഥ മറ്റൊന്നാകും. അല്ല, പക്ഷേ ഇറങ്ങി വന്ന ലൂസി കളപ്പുരയ്ക്ക് പോലെ അനുഭവിക്കേണ്ടി വന്ന വലിയ ദുരന്തം കൂടി അവരുടെ മുന്നിലുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ലൂസി കളപ്പുരയ്ക്കൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ പുറത്തേക്ക് ഇറങ്ങി വന്ന കന്യാസ്ത്രീയെ അവർ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി, വല്ലാതെ വിവേചനപ്പെടുത്തി, ഒറ്റപ്പെടുത്തി അവരെ നശിപ്പിച്ചു. ഭയങ്കര ഹറാസ്മെന്റ്. ആ കന്യാസ്ത്രീക്ക് വേണ്ടി സഹായിച്ച മറ്റൊരു കന്യാസ്ത്രീ തൊടുപുഴയിലുണ്ട്, സിസ്റ്റർ ലിസി. ആ സിസ്റ്റർ ലിസി അനുഭവിക്കുന്ന വേദന ചെറുതല്ല. ബാക്കിയുള്ള എല്ലാ കന്യാസ്ത്രീമാരും കൂടി ചേർന്ന് ഇവരെ അങ്ങ് ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ ക്രിസ്തു മൂല്യങ്ങളൊന്നും കാണാനില്ല ഇതിനകത്ത്. ഒരു ക്രിസ്തു മൂല്യമില്ല. മനസ്സിലായി? ഒരു കന്യാസ്ത്രീ പോലും ഒരിക്കൽ പോലും ഈ പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീയെ കാണണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല, ഇവർ രണ്ടുപേരല്ലാതെ. ഈ കന്യാസ്ത്രീയുടെ അടുത്ത് ചെന്ന് എന്താണ് മോളെ പറ്റിയതെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞത്, ഈ ലോകത്തുള്ള സകല കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും ഇവരിടപെടും. അവർക്ക് ചെന്ന് അവരിടപെടുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കൗൺസിലിംഗ് പോലെ അവർക്ക് കൗൺസിൽ ചെയ്യാനും അവർക്ക് ഇത് ചെയ്യാനൊക്കെ കാര്യം. ഇപ്പോൾ ഈ പുറത്ത് എണ്ണം പറഞ്ഞ് പുറത്ത് മീറ്റു ക്യാമ്പയിനും പോലെ വരുന്ന ഈ ആളുകളൊക്കെ ഉണ്ടല്ലോ, മീനു കുര്യൻ അടക്കമുള്ള ആളുകൾ, അവർക്കെല്ലാവർക്കും ഇപ്പം ഇത് തുറന്നു പറയാൻ ഒരു കാരണമുണ്ട്.
ആ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ കന്യാസ്ത്രീയുടെ മുമ്പിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം കന്യാസ്ത്രീ നടത്തിയ ഒരു കുംഭസാരമായിരുന്നു. ആ കുംഭസാരത്തിൽ കുംഭസാരിപ്പിച്ച വൈദികൻ ഇത് തുറന്നു പറയണമെന്നും മേലിൽ ഇത് സമ്മതിക്കരുതെന്നും താക്കീത് നൽകിയപ്പോൾ കിട്ടിയ ഒരു ധൈര്യം കൊണ്ടാണ്. കാരണം അവരെല്ലാവരും അത്തരം കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ആ വൈദികൻ തന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് ഈ കന്യാസ്ത്രീ എന്തെങ്കിലും തുറന്നു പറയാൻ തയ്യാറായത്. കന്യാസ്ത്രീക്ക് ഒരു വിവരം തുറന്നു പറയുമ്പോൾ അത് ലീഗലി കറക്റ്റായിരിക്കണമെന്നൊന്നും കന്യാസ്ത്രീക്ക് അറിയാനേ പാടില്ല. അവർ ലീഗൽ ഭാഷകൾ അവർ കേട്ടിട്ടില്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അതിൽ കോടതി നിരീക്ഷിച്ചൊരു സംഭവം, ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷവും ഇവർ ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തുവെന്നും ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് ഈ കന്യാസ്ത്രീ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചെന്നുള്ളതായിരുന്നു കോടതി ഏറ്റവും ഗുരുതരമായി കണ്ടത്. രാജേഷേ, ആ കോടതി വിധിയുടെ അടുത്ത ഭാഗത്ത് വേറൊരു രസമുള്ളത് എന്താണെന്നറിയാം? ഈ കന്യാസ്ത്രീ വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇവരുടെ ബൈലോ വായിക്കണം. ഇവരുടെ ബൈലോ വായിച്ചാൽ ആ ബൈലോയുടെ അകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അതായത് ഇവരുടെ അധ്യക്ഷനായ ബിഷപ്പ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആ ബിഷപ്പിനെ ആരനുഗമിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ബിഷപ്പിനാണത്രേ. മനസ്സിലായി? അപ്പോൾ ബിഷപ്പിനെ ആരനുഗമിക്കണമെന്ന് ബിഷപ്പ് തീരുമാനിക്കും. അപ്പോൾ ഒരു കോൺവെൻറ്റിൽ ചെന്നാൽ ആ കോൺവെൻറ്റിൽ ഇന്ന കന്യാസ്ത്രീ എൻ്റെ കൂടെ വാ എന്ന് ബിഷപ്പ് പറഞ്ഞാൽ പോയേ പറ്റുള്ളൂ. അതെൻ്റെ പേരാണ് ഈ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി? ബിഷപ്പിനെ അത് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബിഷപ്പിനെ ആരനുഗമിക്കണം എന്ന് ബിഷപ്പ് തീരുമാനിക്കുമെന്ന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പിറ്റേ ദിവസം ഇവർ പോകുന്നത്. അത് മാത്രമല്ല, ആ മനുഷ്യൻ അന്ന് ഇവിടെ വന്നത് തന്നെ ഇവരുടെ ഈ കന്യാസ്ത്രീയുടെ വീട്ടിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ പിറ്റേ ദിവസം ഈ പരിപാടിക്ക് പോകുന്നു, കന്യാസ്ത്രീ ഒപ്പം പോകുന്നു. കന്യാസ്ത്രീ അവിടെ ചിരിച്ചുകൊണ്ട് ആളുകളെ സ്വീകരിക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വക്കീൽ ഈ വീഡിയോ കോടതിയിൽ പ്രദർശിപ്പിച്ചതായിട്ട് കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കോടതി തന്നെ പറയുകയാണ്, ആ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കന്യാസ്ത്രീ പറഞ്ഞത്രേ, സാർ അതിനകത്ത് ഞാൻ കരയുന്ന ഭാഗമുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു അത് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് റീപ്ലേ ചെയ്ത് കേട്ടു. എന്നിട്ട് ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം 3 സ്ഥലത്തോ മാത്രമോ കന്യാസ്ത്രീ ഒളിച്ച് മാറി ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഭാഗമുണ്ട്. ആ വീഡിയോയിലുണ്ട്. ഇവർ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തപ്പോൾ ഈ സാധനം കണ്ടില്ല, അതുകൊണ്ട് കട്ട് ചെയ്യാൻ വിട്ടില്ല. കട്ട് ചെയ്യാതെയാണ് കോടതി കൊണ്ടുവന്ന് ഹാജരാക്കിയത്. അപ്പോൾ ഈ കന്യാസ്ത്രീ കരയുന്ന ഭാഗമുണ്ട്. അത് കോടതി കണ്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഈ വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കോടതി പറയണത് ഇതാണ്, കന്യാസ്ത്രീ കരയുന്നത് കണ്ടു, പക്ഷെ ആ കരച്ചിൽ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ആ കരച്ചിലിനെ ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്ന്. ചിരിച്ചതിനെ മുഖവിലയ്ക്ക് എടുക്കുന്നു. ചിരിച്ചതിനെ മുഖവിലയ്ക്ക് എടുക്കുകയും കരഞ്ഞതിനെ മുഖവിലയ്ക്ക് എടുക്കാതിരിക്കുകയും ചെയ്തു. കോടതി വിധിയാണ്, നമ്മളതിന് വേറൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം പരാമർശങ്ങളാണ് ആ കോടതിയിലുള്ളത്. ഞാൻ കോടതി വിധിയിൽ അനവധി ഇത്തരത്തിൽ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാത്ത പൊരുത്തക്കേടുകളുണ്ട്. പിന്നെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് അത്തരത്തിലാണോ എന്ന കാര്യത്തെക്കുറിച്ച് കോടതി ഒരു അന്വേഷണം പോലും നടത്തിയിട്ട് പോലുമില്ല. സാധാരണ മറ്റേതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ ഒരു മാധ്യമ സ്ഥാപനത്തിലോ ഉള്ളതുപോലത്തെ ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് അല്ല ഒരു കന്യാസ്ത്രീ മഠത്തിൽ. അത് സമ്പൂർണ്ണ അടിമത്തമാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. അനുസരണം എന്ന് പറയുന്നത് നിന്റെ വ്രതമാണ്, ഇല്ലെങ്കിൽ നിന്റെ കന്യാസ്ത്രീ പട്ടം പോകുമെന്ന് പറയണ ഒരു സ്ഥലത്താണ് ജീവിക്കണമെന്ന് ഓർക്കണം. അതൊരു തരം ട്രാപ്പ് കൂടിയല്ലേ അത്. അപ്പൊ ഇതാണ് അനുസരണം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അനുസരണമാണ് നിന്റെ ജീവിതചര്യ എന്ന് പഠിപ്പിക്കുന്ന ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിന്റെ അകത്ത് നിന്ന് ഇവൾ അനുസരിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് പറയേണ്ട സമയത്ത് അവൾ പറഞ്ഞു. കുതറി മാറാൻ പറ്റിയപ്പോഴൊക്കെ കുതറി മാറി. എന്നിട്ടും കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ അവരെ വല്ലാതെ, ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് ഈ ഫ്രാങ്കോ കേസ് കോടതിയിലെത്തിയിരുന്നതെങ്കിൽ വിധി ഇതാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പൊതുസമൂഹം അത്രയേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ റിപ്പോർട്ടിനകത്ത്.
അന്ന് ഒരു 10 കന്യാസ്ത്രീമാർ ഈ ലൂസി കളപ്പുരയുടെയും സിസ്റ്റർ ലിസിയുടെ കൂടെയും ഒക്കെ ഒരു 10 കന്യാസ്ത്രീമാർ കൂടി ഒരുമിച്ച് ചേർന്നിട്ട് കന്യാസ്ത്രീമാരെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് സഭയ്ക്കകത്ത് ഇത്തരം ആരോപണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി മറച്ചെന്നായനെ. സ്ഥിതി മറച്ചൊന്നായനെ. സഭയുടെ അകത്തൊരു കമ്മിറ്റി വയ്ക്ക്. ഞാൻ പറഞ്ഞത് സഭയിൽ നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കാം, കടുത്ത കാലങ്ങളായി ഒത്തിരി കന്യാസ്ത്രീമാർ മരിക്കുന്നു, ദുരൂഹ മരണങ്ങളുണ്ടാകുന്നു. ആത്മഹത്യ ആയിരിക്കാം, ചിലപ്പോൾ കൊലപാതകമായിരിക്കും, ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും അസ്വാഭാവികമായ മരണങ്ങൾ സഭയ്ക്കകത്ത് പലയിടത്തും ഉണ്ടാകുന്നു. സഭ ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അന്വേഷിച്ചിട്ടില്ല. പകരം ഇതേ കന്യാസ്ത്രീമാരെ ഈ ബിഷപ്പുമാർ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. ഫ്രാങ്കോ ജയിലിൽ കിടന്നപ്പോൾ ബിഷപ്പുമാരടക്കമുള്ള ആളുകൾ ജയിലിൻ്റെ പുറത്ത് വാതുക്കെ പോയി കാത്തു നിൽക്കുകയും പെണ്ണുങ്ങളടക്കമുള്ള ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തത് യാന്ത്രികമല്ല, കൃത്യമായി ആസൂത്രണം ചെയ്ത ചില പദ്ധതികളുടെ ഭാഗമാണ്. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. There is a master mind behind it. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകളെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾക്കെതിരെ ഇത് പറയുന്നു എന്ന് പറയുന്നു? കന്യാസ്ത്രീകളെ ഇവിടെ ലോകത്ത് ആരും അടച്ചാക്ഷേപിച്ചിട്ടില്ല. അവർ ചെയ്ത സേവനങ്ങളെ, അവർ ചെയ്യുന്ന സേവനങ്ങളെ പ്രകീർത്തിക്കുന്നവരാണ് ഈ ലോകത്തെ മനുഷ്യർ മുഴുവനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ കന്യാസ്ത്രീകളുണ്ട്, എൻ്റെ ഭാര്യയുടെ അനിയത്തി കന്യാസ്ത്രീ. അപ്പോൾ അങ്ങനെ അനവധി കന്യാസ്ത്രീമാരുമായിട്ട് നമ്മൾ അവരെയൊക്കെ വലിയ ആദരവോടുകൂടിയാണ് കാണുന്നത്. അവർ ചെയ്യുന്ന സേവനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത്. ഒരിക്കൽ പോലും അങ്ങനെ അല്ലാതെ മറിച്ച് ആരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ പൊതുസമൂഹം മുഴുവൻ മറിച്ചാണ് കാണുന്നത് എന്ന് അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയും കേരളത്തിലെ പൊതുസമൂഹത്തിനെ മുഴുവൻ അവരുടെ ശത്രുക്കളാക്കി നിർത്തുകയും ചെയ്താൽ മാത്രമാണ് അവർ മെത്രാന്മാരുടെ കൂടെ നിൽക്കുക. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക. യെസ്, അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് വലിയ അപകടകരമാണ്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഈ ആണായാലും പെണ്ണായാലും സന്യസ്ത ജീവിതം എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ സ്വീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഈ അച്ഛന്മാർക്ക് മാത്രമല്ല വൈദികർക്ക് മാത്രം ഇത്തരത്തിലുള്ളൊരു വലിയ സ്വാതന്ത്ര്യം കിട്ടുകയും കന്യാസ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞ അതൊക്കെ ഈ കേരളത്തിലെയും പ്രത്യേകിച്ച് ഇന്ത്യയിലെയൊക്കെ സഭകളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ വത്തിക്കാനിലെ സിനഡിനകത്ത് ഒരു കന്യാസ്ത്രീയെ സിനഡിൻ്റെ നോമിനിയായി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നതാലിയ എന്നോ മറ്റാണ് പേര്. ഒരു കന്യാസ്ത്രീ എടുത്തിട്ടുണ്ട്. സിനഡിൻ്റെ നോമിനിയായിട്ട് ഒരു കന്യാസ്ത്രീ സിനഡിനകത്തുണ്ട്. നിങ്ങൾ ആ കന്യാസ്ത്രീയെ കാണണം. സിനഡിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവർ ടാഗൊക്കെ ഇട്ട് അവർ വരുന്നുണ്ട്. അവരെ കാണണം. മുടിയൊക്കെ ബോബ് ചെയ്ത് പാൻറ്റും ടോപ്പും ഒക്കെ ഇട്ട് എന്ത് ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടാണ്, എന്ത് ഭംഗിയായിട്ട് സംസാരിച്ചുകൊണ്ടാണ് അവർ, എത്ര കോൺഫിഡൻസോടുകൂടി സംസാരിച്ചുകൊണ്ടാണ് വരുന്നതെന്നറിയാം. അവർ ഇവിടെയുള്ള യാഥാസ്ഥിതികമായ കന്യാസ്ത്രീ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയല്ല. കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അവർക്ക് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ തന്നെ വിവിധങ്ങളായ ഒത്തിരിയേറെ നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന കന്യാസ്ത്രീമാരെ കണ്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കന്യാസ്ത്രീമാരെ മുഴുവൻ കാണുന്നത് ഒരു പ്രത്യേക കണ്ണി കൂടിയാണ്, കോണി കൂടിയാണ്. അവരിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആകാവൂ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. വൈദികർ, അച്ഛന്മാരെ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക കണ്ണി കൂടിയാണ്. അവരിങ്ങനെ ആകാൻ പാടുള്ളൂ. ഒരച്ഛൻ ഒരു TV ഷോയിൽ വന്നൊരു പാട്ട് പാടിയാൽ, ഒരു നൃത്തം ചവിട്ടിയാൽ വലിയ വിവാദമാക്കുന്ന ഒരു കാലമാണിതെന്ന് ഓർക്കണം. അച്ഛന്മാർ ഒരു നൃത്തം കളിച്ചാലും ഇപ്പം എന്താ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛന്മാർ മിമിക്രിയും മോണക്റ്റിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചൊരു കാലം കൂടി ഇല്ലേ? യെസ്, ഞാൻ പറയുന്നത് ആബേലച്ചനെ പോലുള്ള ഒരാള് ഈ നൃത്തവും മിമിക്രിയും കലാഭവൻ സൃഷ്ടിച്ച ആബേലച്ചൻ്റെ കാലത്തുണ്ട്. ആബേലച്ചൻ്റെ പിൻഗാമികളായ വൈദികരാണ് ഇവിടെ. അത് കേരളത്തിന്റെ കലാരംഗത്ത് ഉണ്ടാക്കിയ ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ വലുതാണ്. ഈ കേരളത്തിൽ ഇപ്പൊ സിനിമാ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ എല്ലാവരും കലാഭവനിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ ആബേലച്ചനെ പോലെ ഒരാൾ, അവർ ഈ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ജാതി മത ഭേദമന്യേ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആബേലച്ചനെ പോലെ ഒരാളുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് ഒരു വൈദികൻ ആ ഇടവകയിലെ കുട്ടികളുടെ ഒപ്പം ഒരു നൃത്തം കളിച്ചാൽ
ഇതെന്തോ വലിയ അപകടമാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ നടുവിലാണ് നമ്മൾ. എന്നാൽ യഥാർത്ഥ അപകടങ്ങളെ തിരിച്ചറിയുന്നില്ല. എന്നാൽ യഥാർത്ഥ അപകടങ്ങളെ അവർ തിരിച്ചറിയുന്നില്ല. മനസ്സിലായി? നിങ്ങൾ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. അതാണ്. ഇപ്പൊ കന്യാസ്ത്രീമാരെ നമ്മളൊരു പ്രത്യേക കണ്ണി കൂടി കാണുകയാണ്. അവർ അങ്ങനെ പോകേണ്ടവരാണ്. അവർ പള്ളിയിൽ ചെന്ന ഈ ആൾത്താര ഒരുക്കലും കുർബാനയ്ക്ക് കൊടുക്കലും അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരാണ്. ചെയ്യാൻ പാടില്ല. വിരോധാഭാസമാണ്. അത് ഈ സഭ എന്നെ അത്ഭുതപ്പെടുത്തുന്ന സംഭവം വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, അതുപോലെ തന്നെ ആതുര സേവനത്തിലായാലും ശരി, ഈ രംഗങ്ങളിലൊക്കെ കന്യാസ്ത്രീകൾ ഉണ്ടാക്കി കൊടുത്ത സംഭാവന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാം. ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവന വഹിച്ചവരാണ്. പക്ഷേ അവർക്ക് അത്തരത്തിലൊരു സ്വീകാര്യത ഒരിക്കൽ പോലും ഉണ്ടാവുന്നില്ല എന്ന് അത്ഭുതമല്ലേ ഇത്? ഞാൻ പറയുന്നത് സ്വീകാര്യത ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, രാജേഷ്, ഈ സഭയിൽ കന്യാസ്ത്രീമാർക്കുള്ള ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് തുലവും തുച്ഛമാണ്. അവർക്കങ്ങനെ വലിയ പാർട്ടിസിപ്പേഷനൊന്നുമില്ല. അവർക്ക് അവരുടെ വോയിസ് ഒരിടത്തും കേൾക്കുന്നില്ല. അവർക്ക് എന്താ വേണ്ടതെന്ന് ആരും അന്വേഷിക്കുന്നില്ല. ഒരു സർവൻറ്റിൻ്റെ റോളാണ് അവർക്ക്. യെസ്, പലപ്പോഴും ഒരു സർവൻ്റ് റോളാണ്. അച്ഛന്മാർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുക, അച്ഛന്മാർക്ക് ഇത്. അവരിതൊന്നും പ്രതീക്ഷിച്ചല്ല കന്യാസ്ത്രീ ആയത്. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കണം. എൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരാളെ അക്കൗണ്ട്സ് മാനേജറായിട്ട് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സ്ഥാപനത്തിൽ വന്നു കഴിയുമ്പോൾ അയാൾക്ക് പ്യൂണിൻ്റെ ജോലി കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ അവസ്ഥയാണ് കന്യാസ്ത്രീമാർക്ക്. അവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സഭയിൽ വലിയ സേവനം ചെയ്യാൻ, സമൂഹത്തിൽ വലിയ സേവനം ചെയ്യാൻ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നവരാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ വെറും ജോലിക്കാർ മാത്രമായി, വേലക്കാർ മാത്രമായി, പറയുന്നത് ചെയ്യേണ്ട ചില അടിമകൾ മാത്രമായി അവർ മാറുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് ഒരു 500 കന്യാസ്ത്രീമാർ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയും ദേ ആർ നോട്ട്. അല്ല, അവരങ്ങനെയല്ല. വലിയ അപകടമാണ്. ഇപ്പോൾ ഈ സഭയിൽ തന്നെ ഒരുപാട് തിരുത്തലിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഈ വിഷയം കൂടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഒരു പൊതു ഇതായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവതരിപ്പിക്കേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പിന്തുണയ്ക്കാൻ കന്യാസ്ത്രീമാർ ആരെങ്കിലും കൂടി രംഗത്ത് വന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല എനിക്ക്.